ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് എൻവയോൺമെന്റ്. ഈ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആകെ 3 കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ അതിന്റെ ഡെഫിനിഷൻ ആണ്, മീനിങ് ആണ്. രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെയാണ് ഡൈമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഇത്രയും 3 കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം. മതി തുടങ്ങാൻ പോവേണ്ട. നോക്കിടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഫസ്റ്റ് എന്താണ് നോക്കി? ഫസ്റ്റ് നോക്കി, വാട്ട് യു മീൻ ബൈ ബിസിനസ് എൻവയോൺമെന്റ്. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്? നമുക്ക് നോക്കാം. എന്തൊരു കാര്യം പഠിക്കലും അത് എന്താണെന്ന് ആദ്യം പഠിക്കണം കേട്ടോ. നമുക്ക് നോക്കാം. ബിസിനസ് എൻവയോൺമെന്റ് മീൻസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സ് ദാറ്റ് അഫക്ട് ദി ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ്. അതായത് ഒരു ബിസിനസ്സിൽ നിന്ന് പുറത്തുനിന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സിനാണ് എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാ. പുറത്തുനിന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സിനാണ് എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാ. സെറ്റ് ആണോടാ? ഡൗട്ട് ഉണ്ടോടാ? ഇല്ലല്ല. നോക്കിയടാ. ഇനി അടുത്ത് രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാൻ പോണത്. ഒന്നാമത്തെ കാര്യം അതിന്റെ മീനിങ് ആയിരുന്നു. എന്തായിരുന്നു മീനിങ് എന്ന് പറഞ്ഞാൽ? പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാണ് എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാ. പുറത്തുനിന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിൽ പുറത്തുനിന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാ. അടുത്ത കാര്യം ശ്രദ്ധിച്ചോട്ടാ. ഫസ്റ്റ് ആണ് എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 4 ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് ഏതെങ്കിലും ഒരു 4 ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയടാ, ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അല്ലെ. അതായത് ഐഡന്റിഫൈ ദി എന്താണ്? ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം അല്ലെ. ഇപ്പൊ ഒരു കാര്യം മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറക്കണം. ഇപ്പൊ ഞാനാണ് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആദ്യം ഇറക്കണത്. എനിക്കല്ലേ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക ആർക്കാണ്? എനിക്കാണ് അല്ലടാ. കാരണം എന്താ? ഫസ്റ്റ് ഇറക്കിയത് ആരാണ്? ഞാനാണ്. അപ്പൊ ഏറ്റവും മാർക്കറ്റിൽ ആദ്യം ഇറങ്ങുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യുക? ആദ്യം ഇറക്കണ ആൾക്കാർക്കും എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും അല്ലെ. അതിനെന്താ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഡൗട്ട് ഉണ്ടോടാ? ഇല്ലല്ല. ഫസ്റ്റ് പോയിന്റ് പഠിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റ് ചോദിച്ചു, ഐഡന്റിഫൈ ത്രെറ്റ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽ. ത്രെറ്റ്സ് എന്താ? പ്രശ്നങ്ങൾ. എന്താണ് പ്രശ്നങ്ങൾ? ഏർലി വാർണിംഗ് സിഗ്നൽ. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും നമുക്ക് അല്ലെ. അതായത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജും നടത്താൻ പറ്റും. ഓക്കെ ആണോടാ? നോക്കിയടാ, 2 പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ആദ്യം ഇറക്കാം അല്ലെ. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആയിരിക്കും. ആദ്യം ഇറക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടാം? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുക. രണ്ടാമത്താണ് ഐഡന്റിഫൈ ത്രെറ്റ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ് അല്ലെ. എന്താണ് ത്രെറ്റ്സ് എന്ന് പറയുന്നത്? എന്താ? പ്രശ്നങ്ങൾ. ത്രെറ്റ്സ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ. നോക്കിയടാ, മൂന്നാമത്തെ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താണോ അല്ലെ, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് മാക്സിമം എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമ്മളിപ്പോ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? ആ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കണം. കസ്റ്റമേഴ്സ് ചെല്ലുമ്പോൾ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. അതിനെന്താ? ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സ് എന്ന് പറയാം. സെറ്റ് ആണോടാ? നോക്കി അടുത്ത നോക്കി, കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ച്. കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ച് എന്താണ്? ചേഞ്ചസും വരുത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രൊഡക്റ്റിലായാലും എന്താണ്? ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുക. കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത് എന്തിനാണ്? ചേഞ്ചസിനാണ് അല്ലെ. അതുപോലെ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് പറയാം. ഒരു 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ആണ് ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അല്ലെ. അത് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ എന്താണ്? ഐഡന്റിഫൈ ത്രെറ്റ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽ. മൂന്നാമത്തെ പോയിന്റ് ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ്? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നാലാമത്താണ് കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ച്. നോക്കിയടാ, ലാസ്റ്റ് പോയിന്റ് അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമേഷൻ. എന്താണ് പ്ലാനിങ്? എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യുക? ചിന്തിക്കുക, അസിസ്റ്റ് ചെയ്യുക അല്ലെ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്യുക. പോളിസി ഫോർമുലേഷൻ, ഡിസിഷൻ മേക്കിംഗ് അല്ലെ. എന്താണ് മക്കളെ? ഡിസിഷൻ മേക്കിംഗ്. അത് അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. സെറ്റ് ആണോടാ? സെറ്റ് ആണോടാ? അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ബിസിനസ് എൻവയോൺമെന്റ് മീനിങ്. രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. 2 കാര്യങ്ങൾ ഇത്ര സമയം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർക്കണോട്ടെ. അത് അടുത്ത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോണ കാര്യമാണ് എന്ന് പറയുന്നത് ഡൈമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. എന്താണ് മക്കളെ? ഡൈമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഒരു 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? എക്കണോമിക്കല്,
ടെക്നോളജിക്കല്, സോഷ്യല്, പൊളിറ്റിക്കല്, ലീഗല്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എക്കണോമിക് എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്. നമുക്ക് ഏതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എക്കണോമിക് എൻവയോൺമെന്റ് അതിൽ തന്നെയുണ്ട് എക്കണോമി, അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ ഇൻഫ്ലാക്ഷൻ റേറ്റ്, ഇതൊക്കെ എവിടെ പറഞ്ഞ മക്കളെ? എക്കണോമിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് പറഞ്ഞാണ്. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഞാനിപ്പോ ഒരു ലോൺ എടുത്ത്, ഒരു ലോൺ എടുത്ത് ആ ലോണിൽ എനിക്ക് പലിശ എത്ര അടച്ചാൽ മതി? കുറച്ചടച്ചാൽ മതി, അല്ലെ? എന്തടച്ചാൽ മതി? കുറച്ചടച്ചാൽ മതി. ഇതൊക്കെ എവിടെ പറഞ്ഞതാ? എക്കണോമിക് എൻവയോൺമെന്റിൽ പറഞ്ഞതാ. ഓക്കെ. രണ്ടാമത്താണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. അല്ലെ? ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഇപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പോ എന്താണ് ബാങ്കിൽ പോയിട്ടാണ് ക്യാഷ് ക്യൂ നിന്നിട്ട് ക്യാഷ് എടുത്തിരുന്നത്, ശരിയല്ലേ? ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടാടാ? വേണ്ടല്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ഇപ്പൊ ATM ഉണ്ട്, അല്ലെ? എന്തുണ്ടാ മക്കളെ? ATM ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ? കാർഡ് കൊണ്ട് ATM ഇടാ, ക്യാഷ് എടുക്കുക. അത്രയും പണ്ട് കാലം ക്യാഷ് എടുത്ത പരിപാടി ഒന്നും ഇപ്പൊ എന്തില്ല, ആവശ്യമില്ല. അത്രയും വേണ്ട. കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ക്യാഷുകൾ എടുക്കുകയും ചെയ്യാം. അതിനെന്താ പറയാ? ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയാം. മൂന്നാമത്തെ മക്കളെ സോഷ്യൽ എൻവയോൺമെന്റ്. എന്താണ് സോഷ്യൽ എൻവയോൺമെന്റ്? സോഷ്യൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എക്സ്പെക്ടേഷൻ ഫ്രം ബിസിനസ്, അല്ലെ? ഇപ്പൊ ഒരു ദിവാലി അല്ലെങ്കിൽ ഒരു വല്ല സെലിബ്രേഷൻ വരെയാണെങ്കിൽ ഇപ്പൊ ഡ്രസ് ഷോപ്പിലൊക്കെ എന്തുണ്ടാവും? ഒരു ഡ്രസ്സ് എടുത്ത് 500 ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ഒരു പാന്റ് അല്ലെങ്കിൽ ഫ്രീ, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയാ? കുറച്ച് കാര്യങ്ങൾ കൂട്ടിക്കിട്ട് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ എവിടെ പറഞ്ഞതാ? സോഷ്യൽ എൻവയോൺമെന്റ് പറഞ്ഞതാ. കാരണം എന്താണ്? സൊസൈറ്റി എക്സ്പെക്ടേഷൻ ഫ്രം ബിസിനസ്. ഓക്കെ. ഇതാണ് നോക്കിയടാ. അടുത്ത പോയിന്റ് ആണ് മക്കളെ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. എന്താണ് മക്കളെ? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞത് അവിടുത്തെ എലക്ടഡ് ഗവൺമെന്റിന്റെ, അതായത് ഗവൺമെന്റിന്റെ സ്പെസിഫിക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് അവിടെ എന്താണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഒരു 4 പഠിച്ച്. ഏതൊക്കെയാണ്? എക്കണോമിക് എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ലാസ്റ്റ് ആണ് ലീഗൽ എൻവയോൺമെന്റ്. എന്താണ് മക്കളെ? ലീഗൽ എൻവയോൺമെന്റ്, അല്ലെ? എന്താണ് ലീഗൽ ആയിട്ടുള്ളത്? എവിടത്തെ ആ ഒരു കൺട്രിയിലെ റൂൾസ് എല്ലാം എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക. അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ, അല്ലെങ്കിൽ അവിടുത്തെ റൂൾ എന്താണോ അത് ഒബേ ചെയ്യുക. അതിന് എന്താ പറയാ? ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയാം. ഇത്രയും പഠിച്ചാൽ മതി മക്കളെ. ഇത്രയും 3 കാര്യം, ഈ ഒരു ഒറ്റ 3 കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി, അല്ലെ? എന്തൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞെന്ന്? നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന് മീനിങ് പറഞ്ഞു, അല്ലെ? എന്താണ് മീനിങ്? ഓർക്കണ്ടല്ല. എന്താണ് മീനിങ്? എന്താ പറഞ്ഞ മക്കളെ? ഒന്ന് നോക്കിയടാ. എന്താണ്? ബിസിനസ് എൻവയോൺമെന്റ് മീൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അല്ലെ? എവിടെ നിന്നുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനുള്ള എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ്സിൽ ഒരു അപ്രത്യക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ട് പറഞ്ഞ പ്രശ്നങ്ങൾ എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാം, അല്ലെ? പിന്നെ എന്താ പഠിച്ച്? ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഒരു 5 പഠിച്ച്. അതുപോലെ തന്നെ നോക്കിയാ ഒരു 5 നമ്മൾ എന്താ പഠിച്ച്? ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് പഠിച്ച്. ഏതൊക്കെയാണ്? എക്കണോമിക്, ടെക്നോളജിക്കല്, സോഷ്യല്, പൊളിറ്റിക്കല്, ലീഗല്. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി ഈ ഒരു ചാപ്റ്ററിൽ. ഈസി അല്ലേടാ? പിന്നെ അതുപോലെ തന്നെ LPG കേട്ടിട്ടുണ്ടോ? എന്താണ് LPG? LPGയുടെ ഫുൾ ഫോം ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതൊന്ന് നോക്കി വെച്ചോടാ. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് LPGയുടെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചാൽ മതി കേട്ടോ.